അജ്മഈൻ അമ്മാ ബഅദു. ആലിമീങ്ങളെ, മറ്റു സുഹൃത്തുക്കൾ, സൂറത്ത് അൽ ഇസ്രാഇന്റെ 57-ാമത്തെ ആയത്താണ്. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമൽ വസീലത അയ്യുഹും അഖ്റബു. ഈ ആയത്തിലെ പ്രമേയം, കണ്ടന്റ് ആദ്യം പറയാം. വിഷയം, ആമുഖം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടുവേഗം തിരിയും. അതായത് ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്ത്യാനികളാകുന്ന ആളുകൾ മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊള്ള വിശ്വസിച്ചത് ഈസ ബിനുല്ലാ എന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ മകനാണ്, ദൈവപുത്രനാണ് ഈസ എന്നാണ് അവരുടെ വാദം. അതേസമയത്ത് മറ്റൊരു നബിയാണ് മഹാനായ ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ജൂതന്മാരുടെ വിശ്വാസത്തിൽ, കാഴ്ചപ്പാടിൽ അവർ അവകാശവാദം പറഞ്ഞത് ഉസൈർ ബിനുള്ള അള്ളാഹുവിൻ്റെ മറ്റൊരു മോനാണ് ഉസൈർ എന്നാണ് ഉസൈർ നബിയെ കുറിച്ച് അവർ, അഥവാ ജൂതന്മാർ പറഞ്ഞത്. അതേസമയത്ത് ബഹുദൈവ വിശ്വാസികളാകുന്ന മക്ക മുശ്രിക്കീങ്ങളാകുന്ന ആളുകൾ അവർ അവകാശവാദം പറഞ്ഞത്, അവരുടെ വിശ്വാസം അൽ മലായിക്കത്തു ബനാത്തുല്ലാഹി, മലായിക്കത്തുകൾ ബനാത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ പെമ്മക്കളാണ്, പെൺകുട്ടികളാണ് എന്ന് അവർ പറഞ്ഞു. ഇത് മൂന്നും ബഹുദൈവ വിശ്വാസികളാണ്. ഇവരെ ഗണ്ണിച്ചിട്ടാണ് ഈ ആയത്തിലെ പ്രമേയം. ഉലൈകല്ലദീന യദ്ഊന, അഥവാ ഈസാ നബിയെയും ഉസൈർ നബിയെയും മലായിക്കത്തിനെയൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികളാകുന്ന ആളുകളെ താക്കീത് ചെയ്യും. അവരെ ഗണ്ണിച്ചിട്ടാണ് പറയുന്നത്. അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈസാ നബി, ഉസൈർ നബി, മലായിക്കത്തുകൾ, അങ്ങനെയുള്ള മഹാന്മാർ തന്നെ യബ്തഗൂന ഇലാ റബ്ബിഹിമൽ വസീലത്ത്, അവർ അള്ളാഹുവിലേക്ക് വസീല തേടുന്നവരാണ്. ഈസാ നബിയും ഉസൈർ നബിയും മലായിക്കത്തും. അയ്യുഹും അഖ്റബു, അവരെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാക്കളെ അള്ളാഹുവിലേക്ക് അവർ വസീല, മധ്യവർത്തികളെ തേടുന്നവരാണ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. കണ്ടോ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഫദ്ൽ ഇബ്നു ഹജർ അൽ ഹാഫിദ് ദുനിയ, ഭൗതിക ലോകത്തിൻ്റെ ഹാഫിദ് എന്ന സ്ഥാനം കേട്ട വലിയ മഹാനാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ഹദീസിൻ്റെ എല്ലാ ബലാബലങ്ങളെക്കുറിച്ചും അവഗാഹമുള്ള അൽ ഹാഫിദ് ദുനിയ, ഭൗതിക ലോകത്തിൻ്റെ ഹാഫിദ്. ചുരുങ്ങിയത് അൽ ഹാഫിദ് എന്ന സ്ഥാനം മുഹദ്ദിസീങ്ങളുടെ, ഹദീസ് പണ്ഡിതന്മാരുടെ ഇടയിൽ അൽ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 1,00,000 ഹദീസ്, അതിൻ്റെ സനദ് സഹിതം ഇന്നാളിൽ നിന്ന് മുത്തനബി തങ്ങളിലേക്ക് എത്തുന്ന ഒരു ആധാരം, ഒരു പരമ്പര സഹിതം ചുരുക്കം 1,00,000 ഹദീസ് ഹൃദയം കൊണ്ട് മനഃപ്പാഠം പഠിച്ച ആളുകൾക്കാണ് ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് മുഹദ്ദിസീങ്ങളാകുന്ന ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അൽ ഹാഫിദ് എന്ന സ്ഥാനം കിട്ടും. സുബ്ഹാനല്ലാഹ്. 3,00,000 ഹദീസ് ഹൃദയം പഠിച്ച മഹാനാണ് അൽ ഹാഫിദ് ദുനിയ അബുൽ ഫദ്ൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതാവാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹാഷിയ, അതിൻ്റെ ഷറഹാണ് ഫതുഹുൽ ബാരി, ഷറഹ് സ്വഹീഹുൽ ബുഖാരി നാം ഇവിടെ കാണിച്ചിട്ടുള്ളത്. നീല മഷി കൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ഡോട്ട്, ഒരു നുക്കുത്ത പുള്ളി ഇട്ടിട്ടുണ്ട്, അവിടെ നോക്കണം. ആയത്താണ് അയ്യുഹും അഖ്റബു എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെക്കാൾ അടുത്ത ആളുകളെ കൊണ്ട് അല്ലാഹുവിലേക്ക് അവർ മധ്യവർത്തികളെ തേടുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം മഅനാഹു അയ്യുഹും അഖ്റബു, മഅനാഹു അതിൻ്റെ മഅന, അയ്യുഹും അഖ്റബു എന്നതിൻ്റെ താല്പര്യം യബ്തഗൂന മൻ ഹുവ അഖ്റബു മിൻഹും ഇലാ റബ്ബിഹിം എന്നാണ്. അഥവാ അവരെക്കാൾ അവരുടെ റബ്ബിലേക്ക് അടുത്ത, അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാക്കളെ, അടുത്തവരെ അവർ വസീലയായി തേടുന്നു എന്നർത്ഥം. കണ്ടോ? അഥവാ ഈസാ നബി, ഉസൈർ നബി, മലായിക്കത്തുകൾ, അവരെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാക്കളെ അവർ അള്ളാഹുവിലേക്ക് വസീലയായി തേടുന്നു. കണ്ടോ? എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹുമ്മ ബി ഹഖിഹി, മുത്തുനബി തങ്ങളുടെ ഹക്ക് കൊണ്ടും ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞത് ഇതിനൊരു ഉദാഹരണമാണ്. കാരണം ആദം നബിയേക്കാൾ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത അള്ളാഹിൻ്റെ ഹബീബ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അപ്പം നബി തങ്ങളെ കൊണ്ട് തൗസീലാക്കിയതിന് ഉദാഹരണമാണ്. കണ്ടോ? അയ്യുഹും അഖ്റബു, അവരെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാക്കളെ കൊണ്ട് വസീല തേടുന്നു എന്ന് ചുരുക്കം. അപ്പോൾ തവസ്സുലിന് വസീല തേടാം എന്നതിന് മറ്റൊരു ആയത്താണ്. ഇവിടെ നേരത്തെ മുഹമ്മദിക്ക് ചോദിച്ചല്ലോ, ആയത്തിന് തഫ്സീറാണ്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന് തഫ്സീറുൽ ബൈലാവി വെച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയും.